വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് 2 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസമായി നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രഷറും ഷുഗറും ഒക്കെ ഡൗൺ ആയിരുന്നു. കാര്യം പറഞ്ഞാൽ എന്നും ഞാൻ പഞ്ചസാര ഇട്ട് 3-4 വട്ടം ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷേ ഷുഗർ എന്താ താഴ്ന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലുണ്ട്, ജിജോ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി ഡോക്ടറെയൊക്കെ കണ്ടു. 2 ദിവസത്തിനുള്ള മരുന്നൊക്കെ തന്നു. അത് ഒരു ട്രിപ്പ് കഴിച്ചപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പപ്പടവും ഉണക്കമീനും ഒക്കെ കഴിക്കുക, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക, പിന്നെ ചായയൊക്കെ കഴിക്കുക, പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക, പഞ്ചസാരയൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓക്കെ ആയിരുന്നു. എന്നാലും ഒരു എനർജി കിട്ടുന്നില്ലായിരുന്നു കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട്. മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് 2 ദിവസം എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ടോ. ഇന്നെന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേട്ടയുടെ പിറന്നാളാണ്. എൻ്റെ ഏട്ടയുടെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ഞങ്ങൾ പോലും അറിയാറില്ല. വലിയ ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നും ഇല്ല കേട്ടോ. പിള്ളേരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കും. കേക്കൊക്കെ വാങ്ങിച്ച് അവരുടെ ഒരു സന്തോഷത്തിന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ വെക്കാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കാപ്പി കുടിക്കുന്ന സമയമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാപ്പി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുടിച്ചു. പുട്ടും പഴവും പിന്നെ കട്ടൻ ചായയും മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കിനും ചെറിയ മൂടലൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമോ പെയ്യലോ എന്നുള്ള സംശയത്തിലായിരുന്നു കേട്ടോ. പക്ഷേ അമ്പലത്തിൽ ചെന്ന് തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് വെയിൽ തെളിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. തുണിയൊക്കെ ഉണക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ തുണിയൊക്കെ കഴുകി ഡ്രയറിലിട്ടൊരു 3-4 തവണ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും വഴിയിൽ നല്ലൊരു മൂവാണ്ടൻ മാമ്പഴം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മാത്തേൽ തന്നെയാണ്. ഈ കൊല്ലത്തെ ആദ്യത്തെ മാങ്ങപ്പഴമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യം നമ്മുടെ ടിപ്പുവിൻ്റെ കൂടിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ വീണത്. അപ്പോൾ എനിക്കത് കഴിക്കാൻ ഒരു മടിയായതുകൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചില്ല. പക്ഷേ അത് പൊട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. സൈഡ് മാത്രം ചെറുതായിട്ട് ചളിങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. പക്ഷേ അത് കഴിക്കാൻ ഒരു തൃപ്തി തോന്നാത്തതുകൊണ്ട് കഴിച്ചില്ല. ഞാനാണെങ്കിൽ ഇന്നലെ വൈകിട്ട് പുടക്കുന്നൊരു ഒച്ച കേട്ടപ്പോൾ പറയുകയും ചെയ്തു കേട്ടോ, മാമ്പഴമായിരിക്കും, പട്ടിക്കൂടിൻ്റെ അങ്ങോട്ടാണ് വീണെങ്കിൽ ഇനി അത് കിട്ടത്തില്ലല്ലോ കഴിക്കത്തില്ലല്ലോ എന്നൊക്കെ. ഏതായാലും നമ്മുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ നന്നായിട്ട് പൊട്ടാത്ത രീതിയിൽ കഴിക്കാൻ പറ്റുന്ന സ്ഥലത്തൊരെണ്ണം വീണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പം തന്നെ അത് ചെത്തിപ്പൂളി നമ്മൾ കഴിച്ചു കൂട്ടാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. രാവിലെ എണീറ്റ് കഞ്ഞി അടുപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കക്കുരു ഇന്നലെ വൈകിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം പണി കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ കൂട്ട് കുറച്ച് വാഴക്കക്കറി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസമൊക്കെ ഞാൻ വളരെ അവശനിലയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാപ്പിയൊന്നും രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ലായിരുന്നു. ചക്കക്കുരു പിന്നെ ഇന്നലെ വേവിച്ച് വെച്ചുകൊണ്ട് ഒരു കറിയാക്കാം. പിന്നെ കഞ്ഞി അടുപ്പത്തിട്ട് ആ പണി തീർന്നല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കാപ്പിക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിപ്പിക്കാമെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കാപ്പി നമ്മൾ മേടിക്കേണ്ട വന്നില്ല കേട്ടോ. അങ്ങനെ ചക്കക്കുരു ഒന്നുകൂടെ ചൂടാക്കി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങായും മുളകും ഉള്ളിയും മഞ്ഞളും ഒക്കെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് നമ്മൾ ചക്കക്കുരുവിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിന് നല്ല ടേസ്റ്റ് കിട്ടാൻ ഇച്ചിരി കരിവേപ്പില അരച്ച് ചേർത്താൽ മതി കേട്ടോ. നല്ല രുചിയായിരിക്കും. പിന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരുവിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. അങ്ങനെ ചക്കക്കുരുവിന് ഉള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചക്കക്കുരു തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് കട്ട പിടിക്കുമല്ലോ, അപ്പം അടപ്പരുവത്തിരിക്കും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു വേവിക്കുന്ന സമയത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അരപ്പൊന്ന് ചെറുതായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു കൂട്ടാൻ റെഡിയാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് അരപ്പ് തിളപ്പിച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കറി റെഡിയായി. പിന്നെ നമ്മൾ രാവിലെ ചോറ് തിളപ്പിച്ചാക്കി വെച്ച് മൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറും റെഡിയാണ് കേട്ടോ. പിന്നെ അധികം ഒന്നും ചെയ്യാൻ വയ്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഒരു തട്ടിക്കൂട്ടായിരിക്കും കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം അധികം കിട്ടുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പുകൂടി ഇട്ട് കഞ്ഞിവെള്ളം അങ്ങ് കുടിക്കാമല്ലോ.
അപ്പോൾ ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു പ്രശ്നം എനിക്ക് കുറവാണെന്നൊന്നും. പക്ഷേ നമുക്കങ്ങനെ ക്ഷീണം വരുമ്പോഴത്തേക്കിനും സാധാരണ ഇങ്ങനെ വീട്ടിൽ പറയുമല്ലോ, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങ് കുടിച്ചാണ് കേട്ടോ. അപ്പോൾ അതേതായാലും നന്നായി. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തരണം ചെയ്ത് ഇങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ആ ഉപ്പിട്ട് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു കേട്ടോ. നമ്മൾ കഞ്ഞിയൊക്കെ വാർക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കഞ്ഞി വാർക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ചതിന് ശേഷം ഊറ്റാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ മഞ്ഞപ്പിത്തമൊക്കെ ഇങ്ങനെ പടരുന്ന സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കിനും തിളപ്പിക്കണം, എന്നാലേ അതിൻ്റെ അണുക്കളൊക്കെ ചത്തു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പിന്നെ നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഞാൻ കഞ്ഞി വാർക്കാറ്. അങ്ങനെ ആ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. കഞ്ഞിയും വാർത്തു. അപ്പോഴത്തേക്കിനും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഞങ്ങളിങ്ങ് പോകുന്ന പുറകെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം മാച്ചൂന്നേൽ അവിടുത്തെ ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അതിന് എന്തൊക്കെയോ പറഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അച്ഛൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ വന്നപ്പോഴത്തേക്കിന് ഏകദേശം ഉച്ചയായല്ലോ. എന്നാൽ പിന്നെ ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛനും ഏട്ടായിക്കൂടെ ഇതാ ചോറൊക്കെ എടുക്കുന്നുണ്ട്. ചക്കക്കുരു കൂട്ടാനും പിന്നെ വാഴയ്ക്ക മെഴുക്ക് വരട്ടിയും ഒക്കെ കൂടെ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യം അച്ഛനും ഏട്ടായിക്കൂടെ ചോറ് കൊടുത്തു. അതിന് ശേഷം പിള്ളേർക്കൂടെ കൊടുത്തു. അച്ഛനും പിന്നെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുന്നുണ്ട്. അച്ഛന് പിന്നെ ഇത് പണ്ടേ ഒരു ശീലമുള്ളതാണ് കേട്ടോ. കഞ്ഞിയൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക എന്നുള്ളത്. അങ്ങനെ അച്ഛൻ എന്നത്തെയും പോലെ തിണ്ണയിലിരുന്ന് ചോറൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും പതുക്കെ കാലാവസ്ഥയൊക്കെ മാറി ഇരുണ്ട് മൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന പാടെ തുണിയൊക്കെ വിരിച്ചിട്ടതെല്ലാം വേസ്റ്റായി കേട്ടോ. കുഴപ്പമില്ല, ഇത് കുറേയൊക്കെ ഉണങ്ങി കിട്ടി കേട്ടോ. ഡ്രയറിലിട്ട് വിരിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണങ്ങിയൊക്കെ കിട്ടിയത്. പിന്നെ ഓടിപ്പോയി തുണിയൊക്കെ പിറക്കി ഇട്ടു. അപ്പോഴത്തേക്കിനും പൊടിമണി അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശക്തിയായിട്ട്. പിന്നെ ഓടി വന്ന് ഞാനും ചോറുണ്ട് കേട്ടോ. ഉപ്പിട്ട് കഞ്ഞികളൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഇതായെങ്കിലും കുറച്ച് ഭക്ഷണമോടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കും ചോറ് കൊടുത്തു, പിള്ളേർക്കും ചോറ് കൊടുത്തു. പിന്നെ ഞാനും വന്നിരുന്ന് ചോറൊക്കെ കഴിച്ചു, ചക്കക്കുരു കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യുന്നില്ല. കാരണം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള ആരോഗ്യം ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലതും കഴിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തന്നെയല്ല മഴ നന്നായിട്ട് ശക്തിപ്പെട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പടക്കുന്ന രണ്ട് ഇടിയും മുഴങ്ങി. നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് പടയെന്നൊരു ഒച്ചയും കേട്ടു കേട്ടോ. പിന്നെ ഓടിപ്പോയി മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് ഞങ്ങളെല്ലാം കയറി ഇരിക്കുകയായിരുന്നു. ആ മഴ നിന്നങ്ങ് പെയ്തിട്ട് ഏകദേശം 3 മണി വരെ അങ്ങ് പെയ്തു കേട്ടോ. അങ്ങനെ മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് മെയിൻ സ്വിച്ച് ഓണാക്കി നോക്കിയപ്പോഴത്തേക്കിന് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് അച്ഛനെ അങ്ങ് കൊണ്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയിട്ട് അവരങ്ങ് പോയതും പിന്നെയും പെരുമഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുമ്മാ പോയി എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒടുങ്ങി കൂത്തി ഇരിക്കലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം ഇരുന്നുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേരങ്ങ് കിടന്നുറങ്ങി. അച്ഛൻ ഉണ്ടായിരുന്നുകൊണ്ട് കളിച്ചുകൊണ്ട് ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെ മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ ഇതാ 2 പേരും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എണീക്കുന്നതിനിപ്പുറം ഒരു ചെറിയ പരിപാടി ചെയ്ത് തീർക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബിയുടെ സ്കൂളിലെ നമ്മുടെ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം. 2 പേരും ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നെയിം സ്ലിപ്പും കൊണ്ടുപോകും, നമ്മുടെ കത്രികയും കൊണ്ടുപോകും, പിന്നെ പൊതിയുന്ന പേപ്പറും എല്ലാം അവർ പറക്കിക്കൊണ്ട് പോകും കേട്ടോ. അങ്ങനെ പിന്നെ 2 ആളും എണീക്കുന്നതിനിപ്പുറം വേഗം തന്നെ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തു. ഞാൻ പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചെങ്കിലും പേരൊന്നും എഴുതിയില്ല കേട്ടോ. കാരണം പേനയില്ലായിരുന്നു. ഇനി പേട്ടയെ വരുമ്പോൾ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയായതുകൊണ്ട് കുറച്ച് കഴിയാതെ വരത്തില്ല കേട്ടോ. വിളിച്ചായിരുന്നു ഇങ്ങനെ പെരും മഴയാണ് എല്ലായിടത്തോട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുസ്തകം എല്ലാം പൊതിഞ്ഞ് വെച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് നേരം അല്ല, ഒരു 3/4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടായി വന്നു കേട്ടോ. വന്നപ്പോൾ ആ കിളിമീനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഞാനത് വേഗം വെട്ടി വൃത്തിയാക്കി പെട്ടെന്ന് ഷട്ട് പൂക്കുന്ന മീൻകറിയാക്കി. ഞാൻ പിന്നെ മീൻകറിയുടെ റെസിപ്പിയൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും തന്നെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് മീൻകറി ആക്കി. ആദ്യം ഞാൻ ഓർത്ത് കിളിമീനല്ലേ അപ്പോൾ വറക്കാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഓർത്ത് ക്ഷീണവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ചാറുകറി ആക്കുകയാണെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ മീൻ കറി ആക്കി വെച്ചു കേട്ടോ. അങ്ങനെ മീൻകറി ആക്കി. പിന്നെ അടുപ്പിലേക്ക് ചൂടുവെള്ളത്തിനും കൂടെ വെച്ച് ഏട്ടായിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ നനഞ്ഞ് വന്നല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അത്രയും പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ പോയി എവിടെയെങ്കിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.